അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹ് അമ്മാ ബഅദ് ഫഊസിക്കും ബിനഫ്സി ബിതഖ്വല്ലാഹ്. അൽഹംദുലില്ലാഹ്, ദാറുൽ ഹദീസിൻ്റെ കീഴിൽ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശ പഠന കോഴ്സ് ആരംഭിക്കുകയാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഇസ്ലാമാണ് അള്ളാഹുവിൻ്റെ അടുത്ത് ശരിയായ ദീൻ എന്ന പ്രഖ്യാപനം വളരെ നഗ്നമായ യാഥാർത്ഥ്യമാണ്. സൃഷ്ടാവായ റബ്ബ് തന്നെയാണ് സൃഷ്ടികളുടെ വിശ്വാസ, ആചാര, ആദർശ, സ്വഭാവ ശൈലികളും ചിട്ടകളും എല്ലാം നിശ്ചയിക്കേണ്ടതും അറിയിച്ചു തരേണ്ടതുമെന്നത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ബോധ്യപ്പെടുന്ന പരമാർത്ഥമാണ്. അതുകൊണ്ട് തന്നെ വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ആ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വിരുദ്ധമായ ഏത് ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഇസങ്ങളെയും ആര് തേടിപ്പിടിക്കുകയാണെങ്കിലും ഒരിക്കലും അത് അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകാര്യമല്ല. അള്ളാഹു തആല ഏറ്റവും മഹബത്ത് ചെയ്ത സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടരായി തിരഞ്ഞെടുത്ത ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിശുദ്ധ ദീനിൻ്റെ തനിമ ഇറക്കി അറിയിച്ചു കൊടുത്തു. അത് ലോകത്ത് പ്രചരിപ്പിക്കാൻ വളരെ കൃത്യമായി സ്വഹാബിമാരെ അവിടുന്ന് നിയോഗിച്ചു. അങ്ങനെ പരമ്പരാഗതമായി മാത്രമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പിൻതലമുറകളിലേക്ക് എത്തുന്നത്. ഈ പാരമ്പര്യം തകർത്താൽ അത് ശരിയായ ഇസ്ലാമാകില്ല എന്ന് പറയേണ്ടതില്ല. പാരമ്പര്യം കൈവിടരുത് എന്ന് ബോധ്യപ്പെടുത്താൻ അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഇടയിൽ വെച്ച് വഹയി അറിയിച്ചു കൊടുത്തു എന്നത് എല്ലാവർക്കും അറിയുന്ന പരമാർത്ഥമാണ്. ഇസ്ലാം അല്ലാത്തതിനെ ആര് തേടിയാലും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ അതേ ആശയം മൻ ഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമാകുന്ന അതേ സുന്നത്ത് ജമാഅത്ത്, ഇതാണ് ദീനുൽ ഇസ്ലാം എന്നും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം അബുൽ ലൈസി സമർഖന്ദി റളിയല്ലാഹു അൻഹു ഹിജ്റ 200കളിൽ ജീവിച്ച മഹാനുഭാവൻ, അവരുടെ റിവായത്തിൽ കാണാം, രക്ഷപ്പെടുന്ന ഏകവിഭാഗം ആരാണെന്ന ചോദ്യത്തിന് 73 വിഭാഗത്തിൽ രക്ഷപ്പെടുന്ന വിഭാഗം അഹ്ലുസുന്നത്തി വൽ ജമാഅ മാത്രമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബിമാരും നിലകൊണ്ട ആശയാദർശങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണ്. അതിന് വിരുദ്ധമായി അതിൽ പെടാത്ത, അതിൻ്റെ പ്രമാണങ്ങൾക്ക് എതിരായ ആര് പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയാലും അയാളും അയാളുടെ നിർമ്മിതിയും തള്ളപ്പെടേണ്ടതാണ്. മൻ ഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. പുതിയതായി ഉണ്ടാക്കുമ്പോൾ 2 തരമുണ്ട്, ദീനിൽ പെട്ടതും പെടാത്തതും. ദീനിൽ പെടാത്ത ദീനിൻ്റെ പ്രമാണങ്ങൾക്ക് എതിരായിട്ടുള്ളതിനെയാണ് നിർമ്മിച്ചുണ്ടാക്കിയതെങ്കിൽ അയാളും
ആ നിർമ്മിതിയും തള്ളപ്പെടേണ്ടതാണ്, തള്ളപ്പെടുന്നതാണ്. നിർമ്മിച്ചയാൾ മാത്രമല്ല, മൻ അമില അമരൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. ഈ പരിശുദ്ധ ദീൻ വ്യക്തമാണ്. അതിന് എതിരായത് ആര് പ്രവർത്തിച്ചാലും അതും തള്ളപ്പെടുന്നതാണ് എന്നും പറഞ്ഞത് കാണാം. അപ്പോൾ ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ ദീനിനെ സംരക്ഷിക്കുക എന്ന നിർബന്ധമായ ബാധ്യത, ദീനിനെ സംരക്ഷിക്കലാണ് അള്ളാഹുവിൻ്റെ അടിമകളുടെ ഒന്നാമത്തെ ബാധ്യത. ഈ ബാധ്യത വീട്ടുന്നതിന് ശരിയായ ദീൻ ഏത്? അതേ സുന്നത്ത് ജമാഅത്ത്, അതാണ് ശരിയായ ദീൻ. അത് ഏത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക ഓരോ മുക്കല്ലഫിൻ്റെയും ബാധ്യതയാണ് എന്ന നിലയിൽ നാം ആരംഭിക്കുന്ന ആദർശ പഠന കോഴ്സ് എല്ലാവരും അതിൽ ഭാഗവാക്കാവുകയും കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത് ശരിയായ ദീന് ഉൾക്കൊണ്ട് പാരത്രിക ജീവിതം സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നമെന്ന നമ്മുടെ വ്യക്തിപരമായ നിർബന്ധ കാര്യം, അതിൽ എല്ലാവരും ശ്രദ്ധ ചെലുത്തും എന്ന് പ്രതീക്ഷിച്ച് അല്ലാഹു തആല ഈ സംരംഭം അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ശരിയായ വഴിയായി, സ്വർഗത്തിലേക്ക് നരകം തൊടാതെ എത്തിക്കുന്ന മാർഗമായി പടച്ച റബ്ബേ കബൂൽ ചെയ്യണേ അല്ലാ. ഇതുമായി സഹകരിക്കുന്നവരെ മുഴുവൻ റബ്ബായ നീ സ്വീകരിച്ച് തൃപ്തിപ്പെട്ട് ഏറ്റെടുത്ത് നിൻ്റെ മുഖറബുകളിലും മെഹബൂബുകളിലും പെടുത്തിത്തരണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.